ഇയാൾ ഒരു പെൻസിൽ സ്വന്തം മൂക്കിൽ കയറ്റി കൂർപ്പിച്ച് ഒരു വിദ്യാർത്ഥിക്ക് തിരികെ നൽകി. പിന്നീട് അവൻ ഒരു ഹോട്ട് ഡോഗ് കഴിക്കുന്ന മത്സരത്തിൽ പങ്കെടുത്തു. അതിവേഗത്തിൽ ഹോട്ട് ഡോഗുകൾ കഴിച്ച് ഒടുവിൽ 100 എണ്ണം കഴിച്ച് മത്സരത്തിൽ വിജയിച്ചു. അതിനുശേഷം ഒരു കൊള്ളക്കാരൻ തോക്ക് ചൂണ്ടി അവനെ ഭീഷണിപ്പെടുത്തി. പക്ഷേ ആ മനുഷ്യൻ വിരൽ കൊണ്ട് തോക്കിന്റെ കുഴൽ താഴേക്ക് വളച്ചുകളഞ്ഞു. ഇത് കണ്ട കൊള്ളക്കാരൻ പേടിച്ച് ഓടിപ്പോയി. പിന്നീട് അവനൊരു വസ്ത്രക്കടയിൽ പോയി. ആവശ്യത്തിന് പണമില്ലാത്തതിനാൽ കൗണ്ടറിലെ പണം കൈകൊണ്ട് സ്കാൻ ചെയ്തു. ശേഷം ഫിറ്റിംഗ് റൂമിൽ കയറി സ്വന്തം ശരീരത്തിൽ നിന്ന് അതേ പണം പ്രിന്റ് ചെയ്തെടുത്ത് വസ്ത്രങ്ങൾ വാങ്ങി. അല്പസമയത്തിന് ശേഷം റോഡ് മുറിച്ചു കടക്കുമ്പോൾ ഒരു കാർ വന്ന് അവനെ ഇടിച്ചു. അവൻ ദൂരേക്ക് തെറിച്ചു വീണു. കാർ ഓടിച്ച സ്ത്രീ അവൻ മരിച്ചെന്ന് കരുതിയെങ്കിലും അവൻ പെട്ടെന്ന് എഴുന്നേറ്റ് നിന്നു. എന്നാൽ അവന്റെ കാൽ ഗുരുതരമായി ഒടിഞ്ഞിരുന്നു. സഹായം വിളിക്കാൻ ആ സ്ത്രീ തിരിഞ്ഞപ്പോൾ ആ മനുഷ്യൻ അവിടെ നിന്ന് മറഞ്ഞു. അവൻ ഒരു ആളില്ലാത്ത സ്ഥലത്തെത്തി. അപ്പോൾ അവന്റെ ചെവി ഒരു വാതിൽ പോലെ തുറന്നു. അതിനുള്ളിൽ ചെറിയ മനുഷ്യർ താമസിക്കുന്നുണ്ടെന്ന് കാണാനായി. അവർ ഒരു കയർ ഇറക്കി താഴേക്ക് വന്നു. തുടർന്ന് ഒരു ബട്ടൺ അമർത്തിയപ്പോൾ അവന്റെ കാലിലെ റിപ്പയർ വാതിൽ തുറന്നു. അപ്പോഴാണ് സത്യം പുറത്തുവന്നത്. യഥാർത്ഥത്തിൽ ആ മനുഷ്യൻ ഒരു സാധാരണ മനുഷ്യനല്ല, ഒരു റോബോട്ടായിരുന്നു.